ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 16ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു തീർക്കണം. ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. എല്ലാം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആണ്. പുതിയ പുതിയ ചോദ്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവും കൂടെയാണ്. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പം അത്രയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മിക്സഡ് കോളനികളുടെ നയം, പോളിസി ഓഫ് മിക്സഡ് കോളനീസ് ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൻസോ ഡി അൽബുക്കർക്ക്. മിക്സഡ് കോളനി നയം ആര് കൊണ്ടുവന്നതാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള അൽഫോൻസോ ഡി അൽബുക്കർക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കോളനികളൊക്കെ എന്ത് ചെയ്തു? ഒരാൾ വന്നിട്ട് ബുക്ക് ചെയ്തു, എന്തോ അത്യാവശ്യം വന്നപ്പം ബുക്ക് ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത്? അഡ്മിറൽ വാൻഡീഡിന്റെ നേതൃത്വത്തിലാണ് വിഖ്യാതമായ സസ്യശാസ്ത്ര ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത്. 1757 പ്ലാസി യുദ്ധത്തിലൂടെ ബംഗാൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ പ്രദേശങ്ങളുടെ വിപുലീകരണം ആരംഭിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാര്. അപ്പൊ 1757 പ്ലാസി യുദ്ധം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിദേശ ശക്തികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ബ്രിട്ടീഷുകാരുമായിട്ട്. ബംഗാൾ കേന്ദ്രീകരിച്ച് അവര് വിഭജിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അത് കലാശിച്ചത്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് ദി ഇന്ത്യൻ പ്രസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ്? ടു ഹാവ് ദ ബോഡി എന്ന ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്ക്. ഹേബിയസ് കോർപ്പസ് എന്താണ്? റിട്ടുകളാണ് അല്ലെ. റിട്ടിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. 5 റിട്ടുകളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. ടു ഹാവ് ദ ബോഡി എന്നാണ് ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. ശരീരം ഹാജരാക്കുക. അപ്പം ഒരാളെ അന്യായമായി തടവിലൊക്കെ പാർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഹേബിയസ് കോർപ്പസ് ആണ് എന്ത് ചെയ്യുക? റിട്ടായിട്ട് പുറപ്പെടുവിക്കുക. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഓക്കെ, അപ്പൊ ലാൻഡ്, ഭൂമിയിലല്ലേ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുക, അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി പുതുതായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി പുതുതായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. ആഗോളതാപനം മൂലം ജലനിരപ്പ് ചരിത്രപരമായി താഴ്ന്ന നിലയിലെത്തിയ മക്കൻസി നദി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാനഡ. ആഗോളതാപനം മൂലം ജലനിരപ്പ് ചരിത്രപരമായി താഴ്ന്ന നിലയിലെത്തിയ മക്കൻസി നദി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാനഡയിൽ. ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അത് ഏത് രാജ്യത്താണെന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്നോ അങ്ങനെ നമ്മളെ വാർത്തകൾ ഇടം നേടിയ ഏതൊരു കാര്യവും നമ്മൾ കാണുന്ന കേൾക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് ഇത് നമുക്കൊരു ചോദ്യമായിട്ട് വരുമോ എന്നുള്ളതാണ്. ആ രീതിയിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ച് പോകുന്ന ആളുകൾക്ക് കറണ്ട് അഫയേഴ്സും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. ഓക്കെ, ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? MN റോയ്. ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചത് MN റോയ്. മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് സാത്തി ആണ്. അത് മലയാളത്തിൽ സാത്തി എന്ന് പറഞ്ഞ് തരാറുണ്ട്. മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് സാത്തി. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പ്രകാരം കേരളത്തിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ
കാറ്റ്, KAT. ഓക്കെ. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, മലയോര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഓൺലൈൻ സർവീസൊക്കെ കിട്ടാൻ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ ആരംഭിച്ചു എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുന്നത് നല്ലതാണ്. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം. അതിന് ഇവിടെ കൊടുത്തിലൊരു തെറ്റുണ്ട്. പാട്ടം വിളംബരം എന്ന് തന്നാലും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഇവിടെ പട്ടം എന്നായി പോയിട്ടുണ്ട്. പാട്ടം വിളംബരം എന്ന് തന്നാലും നിങ്ങൾ ആൻസർ ചെയ്യണം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് 300 എല്ലുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നീട് കൂടി ജോയിൻ്റ് ആയി നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് പ്രായപൂർത്തിയാവുമ്പോൾ നമുക്കത് 206 എല്ലുകളായിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മണൽ ഈച്ചകൾ പരത്തുന്ന ഫൈലേറിയാസിസ് രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? വുച്ചറേറിയ ബ്രാൻകോഫ്റ്റി. മണൽ ഈച്ചകൾ പരത്തുന്ന ഫൈലേറിയാസിസ് രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? വുച്ചറേറിയ ബ്രാൻകോഫ്റ്റി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഫൈലേറിയാസിസ് എന്താണ് അല്ലേ? അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഫൈലേറിയാസിസ് എന്താണെന്ന് കണ്ടുപിടിച്ചെന്ന് കമന്റ് ചെയ്യാം. ഇന്ത്യയിൽ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലോർഡ് ഡൽഹൌസി പ്രഭു. അപ്പം ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് കേൾക്കുമ്പോൾ സംശയം തോന്നരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ തന്നിട്ടുള്ളത്. ദത്തവകാശ നിരോധന നിയമമാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ദത്തവകാശം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ദ ഓർ ഡി എന്ന് വരും അല്ലെ? ഡി എന്നുള്ള അക്ഷരം വരും. അപ്പം ഡൽഹൌസി ആയിട്ട് കണക്ട് ചെയ്യാം. 2023 കണക്കനുസരിച്ച് നോബൽ സമ്മാന ജേതാക്കൾക്ക് നൽകുന്ന പുതുക്കിയ സമ്മാനത്തുക എത്രയാണ്? 11 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ. 2023 കണക്കനുസരിച്ച് നോബൽ സമ്മാന ജേതാക്കൾക്ക് നൽകുന്ന പുതിയ സമ്മാനത്തുകയാണ് 11 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാമാണ്? വില്യം 3, മേരി 2. ഓക്കെ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് വില്യം 3, മേരി 2. ഓക്കെ. അങ്ങോട്ടും മാറരുത്, അങ്ങോട്ടും മാറ്റി തന്നെ തരും ഓപ്ഷനിൽ. അപ്പൊ അവിടെ ഒരിക്കലും മാറിപ്പോരുത്. വില്യം 3 അല്ലെ? പുരുഷനായതുകൊണ്ട് എന്തുണ്ട്? 3 എണ്ണം ഉണ്ട്. മേരി 2, ലേഡി ആയതുകൊണ്ട് 2. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. യൂറോപ്പിൽ ഉണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ. 1ാം കർണാട്ടിക് യുദ്ധമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻസർ ആയിട്ട് നമ്മൾ തരുമ്പോൾ 1ാം കർണാട്ടിക് യുദ്ധം ഉണ്ടെങ്കിൽ അതാണ് ആപ്റ്റ്. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് 1ാം കർണാട്ടിക് യുദ്ധം. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? അകക്കാമ്പ്. നിഫെ നിക്കലും ഇരുമ്പുമാണ് കേട്ടോ. നിക്കൽ ഇരുമ്പ്, അതാണ് നിഫെ. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ മുൻപ് പഠിച്ച ഏതിലായിരുന്നു? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. അന്ന് നമ്മൾ കണക്ട് ചെയ്തത് സാ വെച്ചിട്ടില്ലേ? ഓസോൺ. അപ്പൊ അതിന്റെ ഇതുപോലെ ഇതിന്റെ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഓസോൺ പാളി നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അൾട്രാവയലറ്റ് UV റേസ് അല്ലെ? അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിമാനങ്ങളുടെ സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പ്രൊട്ടക്റ്റഡ് ആവണം അല്ലെ? അവിടെ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിൽ കണക്ട് ചെയ്യാം. കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? കാവേരി. കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദിയാണ് കാവേരി. അപ്പൊ നമുക്ക് 2 കാര്യം മനസ്സിലായി. എന്ത്? കാവേരി ഒരു ഉപദ്വീപീയ നദിയാണ്, അതിന്റെ പോഷക നദിയാണ് കബനി. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന
ബയോസ്ഫിയർ റിസർവ് ഏതാണ്? സുന്ദർബൻസ്. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് സുന്ദർബൻസ്. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടന, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടന. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കൊബാൾട്ട്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട്. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായ ഏകകോശ ജീവി ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായ ഏകകോശ ജീവി ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം. വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? ആവൃത്തി. അതിന്റെ ആവൃത്തിയിൽ മാറ്റമില്ലാതെ തുടരും. വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്തായിരിക്കും? അതിന്റെ ആവൃത്തി. ആവൃത്തിയിൽ മാറ്റമുണ്ടാകില്ല. ആവർത്തന പട്ടികയിൽ അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? എഫ് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ബബിൾഗത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? പോളി വിനൈൽ അസറ്റേറ്റ്. ബബിൾഗത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏത് പോളിമർ ആണ്? പോളി വിനൈൽ അസറ്റേറ്റ്. IT ആക്ട് സെക്ഷൻ 66C എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. IT ആക്ട് സെക്ഷൻ 66C എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ കോട്ട കെട്ടാൻ അനുവാദം നൽകിയ കൊച്ചി രാജാവ് ആരാണ്? ഉണ്ണി രാമവർമ്മ. പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ കോട്ട കെട്ടാൻ അനുവാദം നൽകിയ കൊച്ചി രാജാവ് ഉണ്ണി രാമവർമ്മ. കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വാസ്കോഡാമയ്ക്ക് കോഴിക്കോടായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കാര്യമായിട്ട് നല്ല സ്വീകരണം കിട്ടിയില്ല. അങ്ങനെ പിന്നീട് ഇവര് പോയ സ്ഥലങ്ങളാണ് കൊച്ചി. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം കൊച്ചിയിൽ കോട്ട കെട്ടാൻ അനുവാദം നൽകിയതാരാണ്? ഉണ്ണി രാമവർമ്മ. സമുദ്രതീരമില്ലാത്തതും എന്നാൽ കപ്പൽ ഗതാഗതത്തിന് അനുയോജ്യമായതുമായ ഇന്ത്യയിലെ പ്രധാന നദിയാണ് ഹൂഗ്ലി നദി. സമുദ്രതീരമല്ല, സാധാരണഗതിയിൽ കപ്പൽ ഗതാഗതത്തിന് സമുദ്രതീരമായിരിക്കണം, എന്നാലേ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ സമുദ്രതീരമില്ലാത്തതും എന്നാൽ കപ്പൽ ഗതാഗതത്തിന് അനുയോജ്യമായതുമായ ഇന്ത്യയിലെ പ്രധാന നദിയാണ് ഹൂഗ്ലി നദി. ഇന്ത്യയിൽ അത് ഒരുപാട് ഓപ്ഷൻസ് തരുന്ന സമയത്ത് ഹൂഗ്ലി നദി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭേദഗതി. ഇന്ത്യയിലെ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭേദഗതി. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക് അല്ലെ. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം അല്ലെ. അപ്പൊ പഠിക്കുക. പിന്നെ നയിക്കണ്ടേ, പഠിച്ചതിന് ശേഷം നയിക്കണം. അപ്പൊ പട്നായിക് കേട്ടോ. സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്രെസ്കോഗ്രാഫ്. ഓക്കെ, ഒരു ചോദ്യം തരട്ടെ ഞാൻ. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? അപ്പൊ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ അറിയുണ്ടാവും. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി, ടെമ്പററി മെമ്മറി ഏതാണ്? റാം, റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പൊ റാമും ഉണ്ട് റോമും ഉണ്ട്. അതിപ്പോ നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും അല്ലെ. റാൻഡം ആക്സസ് മെമ്മറി ആണോ അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി ആണോ? അപ്പൊ റീഡ് ഓൺലി കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി അതാണോ താൽക്കാലിക മെമ്മറി എന്നൊക്കെ തോന്നും അല്ലെ. അപ്പൊ ഇതിനകത്തൊരു മനുഷ്യന്റെ പേരുമായിട്ടൊരു ബന്ധമുള്ളത് ഏതാ? റാം അല്ലെ. രാമനായിട്ട് അല്ലെ. റാം എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ പേരുമായിട്ട് അല്ലെ ഒരു സാമ്യമുണ്ട്.
അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കും ഒരു കാര്യം, നമുക്ക് താൽക്കാലികമായിട്ട് നമ്മൾ ഓർത്ത് വെക്കും അല്ലെ, അങ്ങനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ റോം എന്നൊക്കെ പറയുമ്പോൾ വിദേശ രാജ്യമാണ്. അപ്പം അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ കുറച്ചുകൂടെ എന്തായിട്ടാണ് ക്വാളിറ്റി ഉള്ളതായിട്ടാണ് കാണുക. അപ്പോൾ അതെന്താണ്, അത് സ്ഥിരം മെമ്മറി ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറിയാണ് റാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്. ചെവിയിലുള്ളതാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം അറിയപ്പെട്ട പേരാണ് ഓപ്പറേഷൻ കാവേരി. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ ആയ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാശ്മീർ. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തിയാണ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രശസ്തമായതാണ്. അപ്പൊ പരുത്തി പ്രശസ്തം. ഓക്കെ, നമുക്ക് ചണം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും അല്ലെ, അങ്ങനെയല്ല. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ അത് പരുത്തിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീര വികസനം. ക്ഷീരം എന്ന് പറയുമ്പോൾ പാലാണേ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീര വികസനം. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 39D. ഓക്കെ, അപ്പം 39 ഡ ആണെങ്കിലും ഡി ആണെങ്കിലൊക്കെ എന്ത് വേണം? തുല്യ ജോലിക്ക് തുല്യ വേതനം. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 39D. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ മറ്റു പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്, വിറ്റാമിൻ ഇ. മീനമത രോഗം ഏത് ലോഹത്തിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. അപ്പൊ മീനമത രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? മെർക്കുറി. മാംസ്യത്തിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. മാംസ്യത്തിന്റെ പ്രോട്ടീന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഓക്കെ, അപ്പം മാംസ്യത്തിന്റെ കുറവ് മൂലം പ്രോട്ടീന്റെ കുറവ് മൂലം മുതിർന്നവരിൽ രോഗം ഉണ്ടാവാറുണ്ട്. ആ രോഗമാണിത് മിക്സഡിമ. ഓക്കെ, മുതിർന്നവർ എന്ന് പറയുമ്പോൾ മാ ആണ് അല്ലെ, അങ്ങനെ നോക്കുക. കുട്ടികളിൽ ക്വാഷിയോർക്കർ, പക്ഷെ ഒരിക്കലും അവിടെ മാംസ്യം വെച്ച് കണക്ട് ചെയ്യരുത് കേട്ടോ, അപ്പം വീണ്ടും കൺഫ്യൂഷൻ വരും. കുട്ടികളിൽ ക്വാഷിയോർക്കർ, മുതിർന്നവരിലെ മിക്സഡിമ. എന്താണ് ഇതിന്റെ ഡെഫിഷ്യൻസി? എന്താണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 21. അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത് ജൂൺ 21. സാധാരണ TV റിമോട്ട് കൺട്രോളുകളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏവ? ഇൻഫ്രാറെഡ് രശ്മികൾ. സാധാരണ TV റിമോട്ട് കൺട്രോളുകളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ. ഇപ്പൊ TV എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇ ഉണ്ട് അല്ലെ, അപ്പൊ TV ഇൻഫ്രാറെഡ്. മനുഷ്യ രക്തത്തിന്റെ ഏകദേശ pH മൂല്യം എത്രയാണ്? 7.4. 7.4 എന്ന് പറയുമ്പോൾ അത് ആസിഡ് ആണോ ആൽക്കലി ആണോ? ആൽക്കലി ആണ് അല്ലേ. ഓക്കെ, 7ന്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് ആൽക്കലി ആണ് വരാം. അപ്പം സാധാരണ ഇതിൽ മനുഷ്യ രക്തത്തിനെ കുറിച്ച് എന്താ പറയാ? നേരിയ ക്ഷാര സ്വഭാവം എന്നൊക്കെ കാണാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനും വരാം. സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ തന്നാൽ നിങ്ങളത് മനസ്സിലാക്കി എഴുതണം. അപ്പം ആൽക്കലിക്ക് ക്ഷാരം എന്ന് പറയും അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്?
ഓക്കെ, അത് ഓപ്ഷൻസ് നോക്കുക. അത് മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഒരു റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഒന്നുകൂടെ വന്നപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഇട്ടത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. ചോദ്യം 2, 1906 ക്രിസ്തു മതത്തിലെ വിവേചനത്തിൽ പ്രതിഷേധിച്ച് പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ വാകത്താനം, ഓപ്ഷൻ ബി പുല്ലാട്, ഓപ്ഷൻ സി മാരാമൺ, ഓപ്ഷൻ ഡി ഇരവിപേരൂർ. ചോദ്യം 3, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി കുമാരഗുരുദേവൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് പൊയ്കൽ യോഹന്നാൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ചോദ്യം 4, പൊയ്കൽ യോഹന്നാൻ രചിച്ച കവിതാ സമാഹാരത്തിന്റെ പേരെന്ത്? നമ്മൾ ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ ആദിയാർ ദീപം, ഓപ്ഷൻ ബി രത്നമണികൾ, ഓപ്ഷൻ സി കേരള സിംഹം, ഓപ്ഷൻ ഡി ജാതിക്കുമ്മി. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ്സിൽ എഴുതിയാൽ മതി. ഞാൻ എന്തായാലും പിൻഡ് കമന്റ് ആയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാനത് വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാം. ഞാനത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ SCERT ക്ലാസ്സും, അത് SCERT ക്ലാസ് ഞാൻ വിചാരിക്കുന്നത് ലോങ് വീഡിയോ ആയിട്ട് സൺഡേയിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായം അറിയിച്ചാൽ സന്തോഷമായിരുന്നു. അതുപോലെ ഇതിനകത്ത് എല്ലാ വീഡിയോസിലും ലാസ്റ്റുള്ള 4 ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കൃത്യമായിട്ട് എഴുതിയൊക്കെ നോക്കുക കേട്ടോ, ഒന്ന് ശ്രമിച്ചൊക്കെ നോക്കുക. പിന്നെ അതുപോലെ പുതിയ ചോദ്യങ്ങൾ ഇടാനുള്ള റീസൺ ഒരു 4 ചോദ്യം എക്സ്ട്രാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ റിവിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോസിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് കുഴപ്പമില്ല, റിവിഷനൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നല്ല എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പഠിച്ച് തന്നെ പോവാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ് നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.